ഒരു വീട്ടിൽ നിന്ന് ഒരു പയ്യൻ പോയി കരാട്ട പഠിച്ചു. അപ്പൊ കരാട്ട പഠിക്കാൻ പോയി തിരിച്ചു വന്നു. അപ്പൊ തിരിച്ചു വന്ന കൂട്ടുകാരൊക്കെ ചോദിച്ചു, ഇവിടെ എങ്ങനെ ഉണ്ടേ കരാട്ട പഠിച്ചിട്ട്? ഇനിയിപ്പോ നിന്നെ ഇപ്പൊ ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റുമോ? നീ വരാൻ പറയും ചെയ്യാൻ. എന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം, അത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ പറയണ്ട. മൂന്നാമത്തെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ 5 6 പേരെ വന്നാലും ശരി, ഞാൻ ഒറ്റയ്ക്ക് അവനെയൊക്കെ ഇടിച്ച് ശരിയായി കളയും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം കൂട്ടുകാർക്കെല്ലാം ഒരു അങ്കലാപ്പ്. എന്റെ പൊന്നമ്മച്ചി, ഇനി അവരുടെ അടുത്ത് എന്തായാലും അബദ്ധം വല്ലതും കയറി പറഞ്ഞു കഴിഞ്ഞാൽ ഇവ നമ്മളെ എടുത്തിട്ട് കാച്ചുവല്ലേ. അങ്ങനെ ഒരു ദിവസം ഇവൻ പോയി ഒരിടത്ത് ചെന്ന് എന്തോ കുഴപ്പം കാണിച്ച് തിരിച്ച് വീട്ടിൽ പോരുന്നു. വീട്ടിൽ വന്ന് അത്താഴം കഴിച്ചോണ്ടിരിക്കുക. ഇറങ്ങണ 2-3 പേര് വന്നു. അഞ്ഞാറെ വീടല്ലേ ഇത്? ഞാൻ ഉണ്ടോ? ഉണ്ട്. അഞ്ഞോടത്ത് വരാൻ പറയും, ഒരു കാര്യം പറയാണെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് അങ്ങ് പുറത്ത് കൊണ്ടുപോയി. അങ്ങനെ മുറ്റത്തുനിന്ന് മാറി എന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴും ഇയാളെ കാണുന്നില്ല. അപ്പൊ വീട്ടുകാരിറങ്ങി നോക്കി. അപ്പൊ കാണാം ഇവൻ അവിടെ കിടക്കുക, മുറ്റത്തിൽ നിന്ന് മാറി പുരയിടത്തിൽ കിടക്കുക. എന്തിനാന്ന് ചോദിച്ച് ഓടിച്ചെന്ന് വീട്ടുകാര്, ഇവിടെ മോനെ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചൊക്കെ അവരെ പിടിച്ചെടുപ്പിച്ചു. അങ്ങനെ കക്ഷി അങ്ങ് ഹോസ്പിറ്റലിലാക്കി. എന്തുവാ ഈ വന്നവന്മാരുടെ അടുത്ത് ഇടിച്ചിട്ട് പോയത്. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കൂട്ടുകാരെല്ലാം കാണാൻ ചെന്നിട്ട് ചോദിച്ച്, എടാ അളിയ, നീ ഒന്നാമത്തെ സ്റ്റെപ്പ് എടുക്കാൻ എന്താ? വേറൊരുത്തും ചോദിച്ചു, എടാ നീ ഒന്നൊന്നും എടുക്കാൻ നിൽക്കാൻ, നീ 3 പേരില്ലായിരുന്നു, രണ്ടാമത്തെ സ്റ്റെപ്പ് എടുക്കാൻ എന്ത്? ഉടനെ വേറൊരുത്തം പറഞ്ഞു, എന്തിനാ 1ഉം 2ഉം എടുക്കുന്നത്? 3ആമത്തെ സ്റ്റെപ്പ് എടുത്താൽ പോരായിരുന്നു, 5 6 പേരുണ്ടെങ്കിൽ ഇടിച്ചിടുമെന്ന് നീ പറഞ്ഞത്. എന്ത് നീ ഒന്നും മിണ്ടാത്ത, എന്തേലും പറയടാ, നിനക്ക് എന്തോ പറ്റിയ? അവിടെ പറയാ, എടാ ഇങ്ങനൊക്കെ ഇടിച്ചായിരുന്നെങ്കിൽ അവന്മാരെ ഞാൻ ശരിയാക്കിയാണ്. പക്ഷെ അവന്മാരെന്നെ നിലത്ത് നിർത്തിയാലല്ലേ എനിക്ക് സ്റ്റെപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാ പറ്റാതെ പോയത്. ഇത് തന്നെയാണ് പ്രമേഹം എന്ന് പറഞ്ഞ രോഗം വന്നാലുള്ള കാര്യം. ഈ പ്രമേഹം എന്ന് പറഞ്ഞ രോഗം വന്നാൽ എന്ത് ചെയ്യണം, അതാണ് ഞാൻ പറയുന്നത്. അതേസമയം അതിന്റെ ചികിത്സ എന്ത്, വരുന്നത് എങ്ങനെ, എന്തൊക്കെ ലക്ഷണങ്ങൾ, അതൊക്കെ ഡോക്ടർമാർ പറയും. ഞാൻ പറയുന്നത് നമ്മുടെ രോഗികളുടെ സൈഡിൽ നിന്നുണ്ട്. നമുക്ക് ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്തിട്ടുള്ള ആരെങ്ങനെ ചെയ്തപ്പോഴാണ് ഈ രോഗം ഒരു രോഗമേ അല്ലാതായി തീർന്നുവെന്നാണ് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേരെ ബാധിച്ചിട്ടുള്ള രോഗം ഇതാണ്. ഈ രോഗത്തെ പറ്റി ഞാൻ ഒരു 20 പേരോളം ഈ അടുത്ത സമയത്ത് ചോദ്യമായിട്ട് ചോദിച്ചു, എന്താണിതെന്നുള്ളത്. ഡോക്ടർമാരോടോ നഴ്സുമാരോടോ അല്ലെങ്കിൽ ലബോറട്ടറി ടെക്നീഷ്യന്മാരോടോ അല്ലാത്ത സാധാരണ ആൾക്കാരോട് ചോദിച്ചപ്പം അതിനകത്ത് 1 or 2 പേർക്ക് മാത്രം ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അല്ലാതെ ബാക്കി 18 പേർക്കും ഇത് സംബന്ധിച്ച് എന്താന്ന് പോലും അറിയത്തില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയം അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചത്. ഈ വീഡിയോ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ നിസ്സാരമായിട്ട് ഈ അസുഖം എന്താണെന്ന് മനസ്സിലാകുകയും ഈ അസുഖത്തെ വളരെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ കഴിയുകയും ചെയ്യുന്നുള്ള കാര്യം തീർച്ചയാണ്. ഞാൻ ചോദിച്ച ചോദ്യം വേറൊന്നുമല്ല, എന്താണ് പ്രമേഹം അല്ലെങ്കിൽ എന്താണ് ഡയബറ്റീസ്? ഈ ചോദ്യം ചോദിച്ചതിനകത്ത് ഈ 18 പേരും പ്രമേഹം എന്ന് പറഞ്ഞാൽ അതെന്തോ അത് ഇങ്ങനൊക്കെ വരുന്നെങ്കിലും ഉത്തരം എന്തോന്ന് വന്നിട്ടില്ല. 20ഓളം പേരോട് ഞാൻ ചോദിച്ചു, പഠിച്ചിട്ടുള്ളവരടുത്തല്ല, ഉള്ള സാധാരണക്കാരുടെ അടുത്ത് ഉത്തരവേ വന്നിട്ടില്ല. ഞാൻ ഒരൊറ്റ സെന്റൻസ് പ്രമേഹം എന്താണെന്ന് പറയാം. അതായത് ശരീരത്തിൽ ഇൻസുലിന്റെ ഉൽപാദനം കുറയുകയോ നമ്മുടെ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണിനോട് പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാര കോശങ്ങളിലേക്ക് പോകാതെ രക്തത്തിൽ തന്നെ അടിഞ്ഞു കൂടുന്നതാണ് ഷുഗറിന്റെ അസുഖം അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത്. ലോകത്ത് 800 ദശലക്ഷത്തിലധികം ആൾക്കാർ ഈ രോഗമായിട്ട് ജീവിക്കുന്നു. നവംബർ 14 എന്ന് പറയുന്നത് ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുക പോലും ചെയ്യുന്നു. അപ്പോഴതിന്റെ ആധിക്യം എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് എന്തുവാ? ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. കാരണം പണ്ടൊക്കെ ആൾക്കാര് അവർക്ക് നല്ല വ്യായാമം ഉണ്ടായിരുന്നു, നടന്നു പോകും, നല്ലപോലെ കായികാധ്വാനം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടമായിരുന്നു.
ഇപ്പോഴത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാ സ്ഥലത്തും ഒന്നീ കാറിൽ പോവും, അല്ലെങ്കിൽ ബസ്സിൽ പോവും, അതല്ലെന്നുണ്ടെങ്കിൽ ബൈക്കിൽ പോവും, അതല്ലെങ്കിൽ നടന്നു പോകുന്നത് വളരെയധികം കുറഞ്ഞു. രണ്ടാമത് ഭക്ഷണ രീതിയിലുണ്ടായിട്ടുള്ള വ്യത്യാസം. അതെന്ന് പറഞ്ഞാൽ അമിതമായ കൊഴുപ്പ് കലർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതും, അതുപോലെ ഫൈബർ കണ്ടന്റ് തീരെ കുറഞ്ഞ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോട്ടലുകളിൽ നിന്നുള്ള വരുത്തി കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലുകളിൽ സ്ഥിരമായി പോയി കഴിക്കുന്ന ഭക്ഷണങ്ങൾ, പിന്നെ ഫാസ്റ്റ് ഫുഡുകൾ, ഇതുപോലുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഇതിനൊരു കാരണമായിത്തീരുന്നു. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമിതമായ ഭാരം അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയുന്നത് ഇതിന്റെ മറ്റൊരു കാരണം. നാലാമത്തെ കാരണം അതൊരു ഭാഗ്യദോഷമുള്ള കാരണമാണ്. അതെന്തോന്ന് വെച്ചാൽ ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിന്റെ പ്രധാന കാരണങ്ങളായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷുഗർ എന്ന പഞ്ചാര പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും മാധുര്യം ഒട്ടുമില്ലാത്ത ഒരു രോഗമാണ് പ്രമേഹം. എന്താണ് സംഭവിക്കുന്നത് സാമാന്യമായി മനസ്സിലാക്കിയാൽ, ഈ അടിഞ്ഞു കൂടപ്പെടുന്ന ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആ പേഷ്യന്റിന്റെ രക്തക്കൊള്ളുകളെ നശിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പം ഈ രക്തക്കൊള്ളുകൾക്ക് അവയവങ്ങളിലേക്ക് ശരിയായ രീതിയിൽ രക്തം എത്തിക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാകും. ആ അവസ്ഥയിൽ അങ്ങനെ രക്തം ശരിയായ രീതിയിൽ കിട്ടാത്ത ഓരോരോ അവയവങ്ങൾ നശിക്കാൻ തുടങ്ങുന്നു. ഈ രോഗം ബാധിക്കുന്ന ആൾക്കാരിൽ 75% ആൾക്കാരിലും ഇതിന്റെ അതിഭയങ്കരമായ സങ്കീർണതകൾ കാണാൻ ഇടയാവുകയും ചെയ്യുന്നുവെന്ന് കണക്കുകൾ പറയുന്നു. ഇനി ഇത് എങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും പ്രധാന ഉപാധി രക്തപരിശോധനയാണ്. ഈ രക്തം പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ്, എന്ത് മാനദണ്ഡത്തിലാണ് ഒരാൾക്ക് ഷുഗർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്? അതിന്റെ പഠന വിധേയമായിട്ടുള്ള കണക്ക് ഒന്ന് പറയാം. സാധാരണ ആളുകൾക്ക് ആഹാരം കഴിക്കാത്ത അവസ്ഥ, അതായത് ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് എടുക്കുമ്പോൾ അതിന്റെ അളവ് 100-ൽ താഴെ ആയിരിക്കും. എന്നാൽ പ്രമേഹ രോഗികൾക്ക് 126-ന് മുകളിലായിരിക്കും. ആഹാരം കഴിച്ച് 2 മണിക്കൂർ ആകുമ്പോൾ ഉള്ള ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് സാധാരണ ആളുകൾക്ക് 140-ൽ താഴെയും, എന്നാൽ പ്രമേഹ രോഗികൾക്ക് അത് 200-ൽ കൂടുതലായിരിക്കും ചെയ്യും. കൂടാതെ മൂന്നാമതൊരു ടെസ്റ്റ് ഉണ്ട്, 3 മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. അതിന് പറയുന്നത് HbA1c എന്നാണ്. പ്രമേഹ രോഗികൾ ഇത് 7-ൽ താഴെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ഡോക്ടർമാര് നിർദ്ദേശിക്കാറുള്ളത്. ഇങ്ങനെ ചില ആളുകൾ പോയി ഇതെല്ലാം ടെസ്റ്റ് ചെയ്യും, അങ്ങനെ പ്രമേഹം ഉണ്ടെന്ന് തിരിച്ചറിയും. പക്ഷേ ചില ആളുകൾ എന്ത് ചെയ്യും, അവർ ഡോക്ടറെ അടുത്ത് പോകാൻ തയ്യാറാവത്തില്ല. അപ്പൊ എന്റെ നേരിട്ടുള്ള അനുഭവത്തിലുള്ള 3 ആൾക്കാരുടെ കാര്യം പറയാം. ഈ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ജീവന്റെ വിലയുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നടന്ന സംഭവമാണ് ഈ പറയുന്നത്. 20 വർഷത്തിന് മുമ്പ് എൻ്റെ ഒരു ബന്ധുവിന് ഇതുപോലെ ഡയബറ്റിക്കിന്റെ അസുഖമാണെന്ന് ഞാൻ അറിയാനിടയായി. അപ്പൊ ആ സമയത്ത് എൻ്റെ അച്ഛനും ഡയബറ്റിക്കിന്റെ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി വളരെയധികം ഡോക്ടർമാരുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഏതാണ്ട് 14ഓളം ഡോക്ടർമാരുമായിട്ട് ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല പുസ്തകങ്ങൾ ഇതിനെ സംബന്ധിച്ച് വായിച്ചിട്ടുണ്ട്, അതുപോലെ ആർട്ടിക്കിൾസ് വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഏകദേശം ഒരു സാമാന്യ ബോധം എനിക്കുള്ള 20 വർഷത്തിന് മുമ്പ് ഉള്ളതുകൊണ്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഇതിന് മരുന്ന് ചെയ്യണം, ഡോക്ടറെ കാണണം, ഡോക്ടറെ കണ്ട് മരുന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഓ അതൊക്കെ നോക്കുന്നതാണ് പ്രശ്നം, ഞാൻ നോക്കാറ് പോലുമില്ല. പിന്നെ ഇത് എങ്ങനെ മനസ്സിലായി? അത് പണ്ടൊരിക്കൽ ഇങ്ങനെ നടന്നു, അതുകൊണ്ടാ. അപ്പൊ എനിക്കറിയാം, പുള്ളിയുടെ അമ്മയ്ക്ക് കാല് മുറിച്ച് മാറ്റപ്പെട്ടു, അതുപോലെ അച്ഛനും ഷുഗറിന്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ ജനിതകമായിട്ട് പുള്ളിക്ക് കാണുമെന്നുള്ള കാര്യം ഊഹിച്ചാണ് ഞാൻ പറയുന്നത്. ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്ത് നോക്കണം, നോക്കാതിരിക്കരുത്, നിർബന്ധമായും ഡോക്ടർമാരെ കാണണം, മരുന്ന് കഴിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഞാൻ പോരുന്ന വളരെ ദൂരത്തിലുള്ള ഒരു ബന്ധുവാ. അപ്പോഴും പിന്നെ ഞങ്ങൾ എന്റെ കോണ്ടാക്ട് ഇല്ല. ഇടയ്ക്ക് കാണുമ്പോൾ ഞാൻ ചോദിക്കും, നോക്കിയായിരുന്നോ, മരുന്ന് കഴിച്ചായിരുന്നോ, ഡോക്ടറെ കണ്ടായിരുന്നോ? പുള്ളി ചിരിക്കത്തേ ഉള്ളൂ.
അതേ സമയത്ത് തന്നെ ഈ 20 വർഷത്തിന് മുമ്പ് എൻ്റെ ഒരു സ്നേഹിതൻ, അടുത്ത സ്നേഹിതന്റെ വീട്ടിൽ ഒരു ദിവസം ഞാൻ ചെന്നപ്പം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയ്ക്ക് സ്നേഹിതന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഡയബറ്റിക്കിന്റെ കംപ്ലൈന്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചു അത് അങ്ങനെ, ഞാനിത് അറിഞ്ഞില്ലല്ലോ, എന്നോട് പറഞ്ഞൊന്നുമില്ലല്ലോ. ആ, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയണ്ണ, പക്ഷെ മരുന്നൊന്നും കഴിക്കുന്നില്ല. ഞാൻ വെച്ചാൽ എത്ര ഉണ്ട്? അത് ഫാസ്റ്റിംഗ് 190. ഞാൻ ഞെട്ടിപ്പോയി. ഫാസ്റ്റിംഗ് 190? അപ്പൊ ഭയങ്കര കൂടുതലാണല്ലേ. ആ, അപ്പം ആഹാരം കഴിച്ചെടുത്ത അത് 10-300 പുറത്തു പോവുക. അപ്പൊ ഞാൻ പറഞ്ഞു, മരുന്നൊന്നും കഴിച്ചില്ലേ? ഇല്ല, അത് മരുന്ന് കഴിക്കുന്ന പ്രശ്നമാണെന്ന് പറയുന്നു. മരുന്ന് കഴിച്ചാൽ അതിന് അഡിക്റ്റ് ആയി പോകുമെന്ന് പറയുന്നു. നല്ല വിദ്യാഭ്യാസമുള്ളതാണ് ഇങ്ങനെ പറയുന്നത്. പുള്ളിയുടെ ഫാദറിനും ഭയങ്കര ഡയബറ്റിക് കംപ്ലൈന്റ് ഉള്ള വ്യക്തിയായിരുന്നു. പുള്ളി അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖം വന്നാണ് മരിക്കുന്നത്. അപ്പോഴ് മരുന്ന് എന്താ മേടിക്കാതെന്നൊക്കെ ചോദിച്ച് എന്റെ കോംപ്ലിക്കേഷൻ ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ സ്നേഹിതന്റെ വൈഫ് അങ്ങ് കരയുക. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ് സമാധാനപ്പെട്, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ അണ്ണൻ പറഞ്ഞാലേ കേൾക്കൂ. ഞാൻ പറഞ്ഞ ശരി, ഞാൻ പറഞ്ഞു ശരിയാക്കാം, വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞാൻ അയാളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന് നമുക്ക് ബീച്ചിൽ വരെ ഒന്ന് പോകണം. എന്താന്ന് ചോദിച്ചു. ഞാൻ പറയാം നമുക്ക് അവിടെ പോയി കുറച്ച് സമയം ഇരിക്കാം. ശരി പോവാന്ന് പറഞ്ഞ് പുള്ളിയും വന്നു. പുള്ളി എന്റെ വീട്ടിൽ സ്കൂട്ടർ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ കാറിനകത്ത് ബീച്ചിലേക്ക് പോയി. അവിടെ ചെന്നിരുന്ന് കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ച് ഞാൻ ഈ ഡയബറ്റിക് കംപ്ലൈന്റിന്റെ കാര്യത്തിലേക്ക് വന്നു. അപ്പൊ ഞാൻ അതിന്റെ കാര്യങ്ങളെല്ലാം പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കി. കാരണം അച്ഛൻ ഇപ്പം ഡയബറ്റിക് വന്നപ്പോഴത്തേക്ക് ഇതുപോലെ ഒരുപാട് ഡോക്ടർമാരോട് ഞാൻ സംസാരിച്ചതിനകത്ത് നമ്മൾ മരുന്ന് കഴിച്ചേ പറ്റൂ, മരുന്ന് കഴിച്ച് നോർമലാക്കുക എന്നുള്ളത് മാത്രമേ ഇതിന് മാർഗമുള്ളൂ, കഴിക്കാതിരിക്കരുത്, അതുകൊണ്ട് ഇയാൾ ഇത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തായാലും എനിക്ക് തോന്നി ഇയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ ഇനി മരുന്ന് കഴിച്ചോളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ തിരിച്ചെന്റെ വീട്ടിൽ വന്ന് പുള്ളി അവിടെ കൊണ്ടുവച്ചിരുന്ന ബൈക്ക് എടുത്ത് റോഡിൽ ഗേറ്റ് കഴിഞ്ഞിറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞ് എപ്പോഴാ ഡോക്ടറെ അടുത്ത് പോകുന്നത്? ഞാൻ പോകത്തില്ല. ഞാൻ ചോദിച്ചാൽ എന്താ പോകാത്ത? അതെനിക്ക് അലോപ്പതി എനിക്ക് മരുന്ന് കഴിക്കാൻ വയ്യ, പ്രത്യേകിച്ച് അലോപ്പതി കഴിക്കാൻ വയ്യ. ഞാൻ ചോദിച്ചാൽ എന്താ? അത് അതിന് അഡിക്റ്റ് ആയിപ്പോ. ഞാൻ പറഞ്ഞേ ഇയാള് അലോപ്പതി കഴിച്ച് എത്രയോ പേര് ഇത് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നു. അല്ലെങ്കിൽ ഇയാൾക്ക് ഇഷ്ടമുള്ള കഴി, ആയുർവേദം കഴി, അല്ലെങ്കിൽ ഹോമിയോ കഴി, അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് കഴിച്ചത് നോർമലാക്കി നിർത്തുക. അത് പറ്റത്തില്ല, അത് മാത്രമേ എൻ്റെ അടുത്ത് പറയണ്ട എന്ന് പറഞ്ഞിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ? ഞാൻ പറഞ്ഞു ഇനി മേല ഇയാള് എന്റെ വീട്ടിലേക്ക് വരികയും ചെയ്യണ്ട, ഇന്ന് നിർത്തിയേക്കണം. എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ഞാൻ ഇയാളെ വീട്ടിലേക്ക് വരും, അന്നേരം നമുക്ക് സംസാരിക്കാം. അത് ഏറ്റവും പരിമിതമായിട്ട് ഞാൻ വരുത്തുള്ളൂ. ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കുകയും കാണുകയും ചെയ്യത്തുള്ളൂ. മനസ്സിലായെന്ന് ചോദിച്ചു. ഇയാൾ അത് കേട്ടപ്പോ ഞെട്ടിപ്പോയി. അപ്പൊ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെന്തോ അങ്ങനെ പറയുന്നത്? ഇയാളെന്ത് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇയാൾ എന്തായാലും മരിക്കാൻ തീരുമാനിച്ച് മുമ്പോട്ട് പോയി. അപ്പൊ നമ്മൾ വീണ്ടും പഴയ സ്നേഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇയാൾ മരിച്ചു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായ ദുഃഖമായിരിക്കും. ആ ദുഃഖത്തിനെ ലഘൂകരിക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. ഇനി നമ്മൾ തമ്മിലുള്ള സഹവാസം ഏറ്റവും കുറച്ച് മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചങ്ങ് നടന്നു. ഇയാൾ ബൈക്ക് അവിടെ വെച്ചിട്ട് എന്നെ വിളിച്ചു, പോലെ ഇനി വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് എന്തോന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു ശരി നമുക്കെന്നാ നാളെ പോവാന്ന്. അങ്ങനെ പിറ്റേന്ന് ഞങ്ങള് ഒരു ഡയബറ്റിക്കിന്റെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ മെഡിസിൻ ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്തു. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അതും വാങ്ങിച്ച് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് മരുന്ന് കഴിക്കുന്നുണ്ടോ, ഞാൻ പുള്ളിയുടെ വൈഫിനോട് ചോദിച്ചു കഴിക്കുന്നുണ്ടോ. ഇപ്പം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട് മരുന്ന്, ഞാനത് കൃത്യമായിട്ട് എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, വളരെ കൊള്ളാം. അപ്പൊ അടുത്ത മാസം ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഓർപ്പിക്കണം, ഞാൻ ഒന്ന് കൊണ്ടുപോകുന്നു.
അങ്ങനെ അടുത്ത മാസം വീണ്ടും പോയി. അങ്ങനെ ഏതാണ്ട് 6 മാസമായപ്പോഴത്തേക്ക് അയാൾക്ക് ഈ ഡയബറ്റിക് കൺട്രോളായി. അയാൾ അതിനോടൊപ്പം തന്നെ നല്ലപോലെ വ്യായാമം ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും വ്യായാമം ചെയ്യും, എല്ലാ ദിവസവും ബാറ്റ് കളിക്കും. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എക്സസൈസും അതുപോലെ ആഹാരത്തിന്റെ കാര്യത്തിലുള്ള ശ്രദ്ധയും ഒക്കെ ആക്കി ആ ഡയബറ്റിക് അങ്ങ് നോർമലാണ്. അതേസമയം ഇത് ശ്രദ്ധിച്ചാലോ കുഴപ്പം, ടെസ്റ്റ് ചെയ്താലോ കുഴപ്പം എന്ന് പറഞ്ഞാൽ എന്റെ ബന്ധു അപ്പോഴത്തേക്ക് ഇത് കൂടി വന്ന് കാലെല്ലാം ചെന്നീരോടിയതുപോലായി. ഒരു കസേരയിൽ ഇരുന്നാൽ എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞ് എനിക്കിപ്പം വയ്യാത്ത അവസ്ഥയാ, ഇന്നതുപോലൊക്കെയാന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു കസേരയിലോട്ട് ഇരുന്നാൽ എണീക്കാൻ വയ്യാത്ത അവസ്ഥയിലെത്തി. കാലൊക്കെ ഇന്നലെ നമ്മളെ ഈ ചീനിക്ക് ചെന്നീരോടുന്ന പോലെ കാലൊക്കെ ആയി, വല്ലാത്തൊരവസ്ഥയിലായി. പലതരത്തിലുള്ള ട്രീറ്റ്മെന്റും പിന്നെ നടത്തി, ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നടത്തി. ഒന്നും രക്ഷയില്ലാതെ പുള്ളി 2 വർഷത്തിന് മുമ്പ് മരിച്ചു. അതേസമയം ഞാൻ ഈ നിർബന്ധിച്ച് കൊണ്ടുപോയെന്ന് പറഞ്ഞ ആള്, അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ മറ്റേ ആളിനെ നിർബന്ധിക്കാതിരിക്കുന്ന ആ രീതിയിലുള്ള ഒരു അടുപ്പമല്ല, നമ്മളൊരു സംബന്ധക്കാരെന്നുള്ള ഒരു ബന്ധമാവുള്ളത്. നമുക്കൊന്ന് നിർബന്ധിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അല്ലാതെ തീർച്ചയായിട്ടും ഞാൻ നിർബന്ധിച്ചേനെ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത സ്നേഹിതനാണ്, അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞത്. എന്റെ സ്നേഹിതന് പുള്ളിയെക്കാളും 10 വയസ്സ് കൂടുതലായിരുന്നു. ഈ മരിച്ച ആളിനെക്കാളും 10 വയസ്സ് കൂടുതലാണ് എന്റെ സ്നേഹിതന്. പക്ഷെ അയാൾ ഇപ്പോഴും നല്ല പയറുപോലെ ജീവിക്കുന്നു. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന വേറൊരാളുണ്ട്. അദ്ദേഹത്തിന് 40 വയസ്സായപ്പം ഷുഗറിന്റെയും പ്രഷറിന്റെയും കൊളസ്ട്രോളിന്റെയും ഹാർട്ടിന്റെയും അസുഖം വന്നാണ്. പുള്ളി 50 വർഷമായിട്ട് അലോപ്പതി മരുന്ന് കഴിച്ച് യാതൊരു കുഴപ്പവുമില്ലാതെ ജീവിച്ചിരിക്കുന്നു, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. പുള്ളിക്ക് ഇപ്പം 93 വയസ്സുണ്ട്. അപ്പൊ എന്റെ സ്നേഹിതൻ എന്തോ പറഞ്ഞത്, ഞാൻ അലോപ്പതി ഗുളിക കഴിച്ചാൽ അതിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് എനിക്ക് പല കുഴപ്പങ്ങളും ഉണ്ടാവും. അപ്പൊ ഞാൻ പഠിച്ചു മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുനിന്ന്, അല്ലെങ്കിൽ ഞാൻ വായിച്ചറിഞ്ഞതിനകത്തുനിന്ന്, അല്ലെങ്കിൽ ഞാൻ ഡോക്ടേഴ്സിനോട് സംസാരിച്ചെന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, നമ്മള് അലോപ്പതി കഴിക്കുന്നു, അലോപ്പതി മരുന്ന് കഴിച്ച് നമ്മൾ ഈ രോഗത്തെ നിയന്ത്രണ വിധേയമാക്കുന്നു. അപ്പോഴും നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ശരിയായിരിക്കും, സൈഡ് എഫക്റ്റ് ഉണ്ടാവാം. എല്ലാവർക്കും അല്ല, ഓരോ വ്യക്തിക്കും വ്യത്യാസമായിരിക്കും. ചിലർക്ക് നല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ആ സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നത് ചികിത്സിക്കാതിരുന്നാൽ ഉണ്ടാവുന്നതിന്റെ 10-1 പോലും കാണത്തില്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മരുന്ന് കഴിക്കുന്നതല്ലേ നല്ലത്? തീർച്ചയായിട്ടും മരുന്ന് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ചിലര് പറയും ഞാൻ മരുന്ന് കഴിക്കത്തില്ല, ഞാൻ ആഹാരം നിയന്ത്രിക്കും. ഓക്കെ, ആയിക്കോട്ടെ. ചിലര് പറയും ഞാൻ വ്യായാമം ചെയ്ത് കുറയ്ക്കും. ശരി, അങ്ങനെ ആവാം. ചിലര് പറയും ഞാൻ പ്രകൃതി ചികിത്സ ചെയ്യാൻ പോയ, അതും ആവാം. ചിലര് പറയും അക്യുപഞ്ചർ ചെയ്യും, അതാ നല്ലത്. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ചിലര് പറയും ഇതൊന്നും അല്ല, നല്ല സിദ്ധയാ, എന്നാ ആയിക്കോട്ടെ, അതിനെന്താ. ഹോമിയോ ആവാം, ആയുർവേദം ആവാം, അലോപ്പതി ആവാം, എന്തും ആവാം. ഈ 10-15 ഡോക്ടർമാരുടെ അടുത്ത് സംസാരിച്ച് അവരിൽ നിന്ന് അറിഞ്ഞ കാര്യവും, പല ആർട്ടിക്കിൾ വായിച്ച് അതിൽ നിന്നറിഞ്ഞ കാര്യവും, പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയ കാര്യവും വെച്ച് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇപ്പൊ ഡോക്ടർമാർ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഡോക്ടർമാരും പറയും ഈ ചികിത്സാ രീതിയാണ് നല്ലതെന്ന് പറയും. ചിലര് മറ്റു ചിലതിനെ പുച്ഛിക്കും. ചിലപ്പോൾ അലോപ്പതി ഡോക്ടർ ചെയ്യുന്ന അലോപ്പതി ഡോക്ടർക്ക് ചിലപ്പോൾ ആയുർവേദം, ഹോമിയോ എന്നൊക്കെ പറയുമ്പോൾ ഒരു പുച്ഛമായിരിക്കും. ഹോമിയോക്കാർ പറയും അലോപ്പതി ചെയ്ത് നിങ്ങളെ ശരീരം മൊത്തം നാശമാക്കാൻ പോയി എന്ന് പറയും. ആയുർവേദക്കാർ പറയും ഞങ്ങൾ നിങ്ങളെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ പോയി എന്ന് പറയും. അങ്ങനെ പലരും പലതും പറയും. അത് അവരവർ പഠിച്ച ശാഖകൾ അവരവർക്ക് വലുതാണ്. ഞാൻ പറയുന്ന ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയുന്നത്, നിങ്ങൾ അലോപ്പതി ചെയ്യുന്നെങ്കിൽ അലോപ്പതി ചെയ്യൂ, അതല്ല ആയുർവേദമെങ്കിൽ ആയുർവേദം ചെയ്യൂ, അതല്ല ഹോമിയോ ചെയ്യുന്നെങ്കിൽ ഹോമിയോ ചെയ്യൂ, അതല്ലെങ്കിൽ സിദ്ധ ചെയ്യുന്നെങ്കിൽ സിദ്ധ ചെയ്യൂ, നിങ്ങൾ അക്യുപഞ്ചറ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യൂ, നിങ്ങൾ പ്രകൃതി ചികിത്സ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യൂ. ഇതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല, ഞാൻ വ്യായാമം ചെയ്യാൻ പോയി എന്ന് പറയുന്നെങ്കിൽ വ്യായാമം ചെയ്യൂ. ഇതൊന്നും ചെയ്യാതെ ഞാൻ ഭക്ഷണക്രമത്തിലൂടെ ഇത് ശരിയാക്കാൻ പോയി എന്നൊരാൾ പറഞ്ഞാൽ അത് ചെയ്യൂ. നിങ്ങൾ ഇതിൽ ഏത് ചെയ്താലും
നിങ്ങൾ നിങ്ങളുടെ ഷുഗറിനെ നോർമലാക്കി നിർത്തുക. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 95 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടാകത്തില്ല. ആയുസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കും. പ്രമേഹം കൊണ്ട് നിങ്ങൾ മരിക്കത്തില്ല. ഒരു കാരണവശാലും പ്രമേഹം എന്ന് പറയുന്നത് പേടിക്കാനുള്ള അസുഖമല്ല. എങ്ങനെയാണെങ്കിൽ വിദഗ്ധനായ ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുകയും എന്ത് ചെയ്തായാലും നിങ്ങൾ ഷുഗർ നോർമലാക്കി നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രമേഹം എന്നുള്ള രോഗം കൊണ്ട് നിങ്ങൾക്ക് മറ്റൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് ആയുസ്സുള്ള കാലം വരെയും ഈ പ്രമേഹ രോഗം നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ഈ രോഗം വരുമ്പോൾ നിങ്ങൾ അത് പരിശോധിക്കാതിരിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മരുന്നുകൾ കഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഈ രോഗം നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ ഓർഗനുകളെയും, കാലിന്റെ നഖം മുതൽ തലയിലെ മുടി വരെയുള്ള എല്ലാ ഓർഗനെയും ബാധിച്ച് അതിസങ്കീർണമായി തീരുകയും ചെയ്യുന്നത്.